ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ചെറുപയറും അരിയും ശർക്കരയും തേങ്ങയും വെച്ചിട്ട് അരിയുണ്ടേക്കാളും ടേസ്റ്റിൽ വേറൊരു അരിയുണ്ടയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു ചെറുപയറും കൊണ്ട് അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ചെറുപയറും 2 കപ്പ് കുത്തരിയും എടുത്തിട്ടുണ്ട്. 1 കപ്പ് 250 ml ആണ്. ഈ അരിയും ചെറുപയറും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി ഈ ചെറുപയർ അരി നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അരി വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലതുപോലെ കൈവിടാതെ ഇളക്കി അരി നല്ല മൂത്ത് പൊട്ടി വരണം. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അരി ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാ അരിയും നല്ല പൊട്ടി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ആ ഉരുളിയിൽ തന്നെ നമുക്ക് ചെറുപയറും കൂടി ഒന്ന് വറുത്തെടുക്കാം. അരി വറുത്തതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കി നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ ചെറുപയറും വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അരിയും ചെറുപയറും കൂടി ഞാനിവിടെ ഒരു പാത്രത്തിൽ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം. വറുത്ത് വെച്ചിട്ടുള്ള അരിയും ചെറുപയറും ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. 2ആയിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. ഞാൻ പകുതി ഭാഗം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൂടെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്കയും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള അരിയും ചെറുപയറും കൂടി പൊടിച്ചെടുക്കാം. അങ്ങനെ മുഴുവൻ അരിയും ചെറുപയറും ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും ശർക്കരയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് തേങ്ങ ചിരകിയതും 2 കപ്പ് ശർക്കര ചീവിയതും കൂടി ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിയും ചെറുപയറുമാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ അളവിൽ തന്നെയാണ് ശർക്കരയും തേങ്ങയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്നും കൂടി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയൻ്റെ വലുപ്പത്തിൽ ഇതുപോലെ ഓരോ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഈ പൊടിയൊക്കെ നന്നായിട്ട് ചൂടാവും. പെട്ടെന്ന് തന്നെ, അതായത് ആ ചൂടോടെ തന്നെ വേണം ഇതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട്. ചൂട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഉരുളകളായിട്ട് കിട്ടാനും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആ ചൂടോടെ തന്നെ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ കൂടുതൽ ദിവസമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള സ്നാക്സ് അല്ലേ ഇത്. ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 100% നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അരിയുണ്ടയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.